പ്രിയ, ഇതെല്ലാവർക്കും കിട്ടുന്ന ചാൻസ് അല്ല. താനിത് യൂസ് ചെയ്യണമെന്നാ ഞാൻ പറയുന്നേ. താൻ എന്തെങ്കിലും ഒരു മാർഗം ആലോചിക്ക്. എന്ത് മാർഗം? നിന്നെ കെട്ടാൻ പോകുന്ന ആ കോന്തനെ നമുക്കൊന്ന് വിളിച്ചാലോ? എന്നിട്ട് കണ്ണും പൂട്ടി അങ്ങ് പറഞ്ഞേക്കണം, എടോ മിസ്റ്റർ, നിങ്ങളെ കല്യാണം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന്. നാണവും മാനമുള്ളവനാണെങ്കിൽ അതോടെ ഇത് വേണ്ടെന്ന് വെക്കും. അതൊരു ഗുഡ് ഐഡിയ ആയിട്ടാ എനിക്ക് തോന്നുന്നേ. എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് അദ്ദേഹത്തിനോട് വിവാഹത്തിന് ഒഴിഞ്ഞു പോകാൻ പറ. അപ്പൊ പിന്നെ നിനക്ക് നിന്റെ വീട്ടുകാരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനും പറ്റും. ഇനി ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇതൊക്കെ നടക്കുവോ? ഇതല്ല, ഇതിനപ്പുറവും നടക്കും. നിനക്കതിനുള്ള ഗട്സ് ഉണ്ടാവണമെന്നേ ഉള്ളൂ. മോളെ, ഞാനൊരു കാര്യം പറയാം. ജീവിതം ഒന്നേ ഉള്ളൂ. നമ്മുടെ മുമ്പിൽ വരുന്ന ചാൻസസ് നല്ല രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ നമ്മളെ ഖേദിക്കേണ്ടി വരും. അത് അയാളെ വിളിച്ച് വിവാഹത്തിന് താല്പര്യമില്ലാന്ന് പറഞ്ഞിട്ട് ശരത്തിനെ വിളിച്ച് ഈ രാത്രി തന്നെ ഇങ്ങോട്ട് വരാൻ പറ. എന്നിട്ട് നേരം വെളുക്കുന്നതിന് മുൻപ് നീ നിന്റെ സാധനങ്ങളുമായിട്ട് ഇവിടെ നിന്ന് കടന്നോ. ഒരു വിവാഹം മുടങ്ങുന്നതേ ലോകത്തിലെ ആദ്യത്തെ സംഭവമൊന്നുമല്ല. നിന്റെ ലൈഫാ, നിന്റെ ഡിസിഷനാ. അത് ഓർത്തോ നീ. ശരി, വാ. പ്രിയങ്ക, ഇവിടത്തെ ഒരുക്കങ്ങളെ കുറിച്ച് ചോദിക്കാനായിരിക്കും. ഹലോ, ആ എന്ത് തോന്നി ഇങ്ങനൊന്ന് വിളിക്കാൻ? നേരിട്ട് കാണുമ്പോ സംസാരിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള ആളാണല്ലോ. വരുൺ, ഞാനൊരു കാര്യം പറയാനാ വിളിച്ചേ. ഹലോ, ഇതാരാ സംസാരിക്കുന്നത്? ഞാനാ പ്രിയങ്ക. അല്ല, ഈ ഫോണിലൂടെ കേൾക്കുമ്പോ മാത്രം എന്താ ശബ്ദത്തിനൊരു വ്യത്യാസം? അതൊന്നും എനിക്കറിയില്ല. എനിക്ക് പറയാനുള്ള കാര്യം വളരെ സീരിയസാ. വെറുതെ എന്നെ കളിപ്പിക്കല്ലേ. കളിപ്പിക്കുന്നതല്ല. നമ്മൾ തമ്മിലുള്ള വിവാഹം നടക്കില്ല. എന്താണ്? എനിക്ക് നിങ്ങളെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല. ഞാനിത് വിശ്വസിക്കില്ല. ഇത് പ്രിയങ്കയല്ല. നിങ്ങൾക്ക് എന്താ പറഞ്ഞ മനസ്സിലാവത്തില്ലേ? ഞാൻ പ്രിയങ്ക തന്നെയാ. ഞാനിപ്പോ എന്റെ വീട്ടിൽ നിന്നാ വിളിക്കുന്നത്. ഇനി അതിൽ കൂടുതൽ തെളിവ് തരാനൊന്നും എനിക്ക് പറ്റില്ല. ഇവിടെ എല്ലാവരും വിവാഹ തിരക്കിനിടയില്ല. അതിനിടയിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ വിവാഹ മണ്ഡപത്തിലെത്തി വരുണും കുടുംബവും നാണം കെടാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഇപ്പൊ വിളിച്ചു പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കണം. വിവാഹം നടക്കില്ല എന്ന് ബോധ്യപ്പെടുത്തണം. താൻ എന്തൊക്കെയാ പറയുന്നേ? ഈ നേരത്ത് ഞാൻ പറയുന്നത് ക്രൂരതയാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ എനിക്കിത് ചെയ്യാതെ നിവൃത്തിയില്ല. ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ ഇപ്പൊ തന്നെ നിന്റെ വീട്ടിലേക്ക് വരാം. വരുൺ ഇങ്ങോട്ട് വരേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ വന്ന് ഒരുപക്ഷെ നിങ്ങൾ ബഹളം വെക്കുമായിരിക്കും, ആളെ വിളിച്ചു കൂട്ടുമായിരിക്കും. എന്നാലും എനിക്ക് പറയാൻ ഒരു മറുപടിയേ ഉള്ളൂ. നിങ്ങൾക്ക് താലി കെട്ടാൻ കഴുത്ത് നീട്ടിത്തരാൻ എനിക്ക് പറ്റില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി നിങ്ങളുടെ ഇഷ്ടം. ഇത്രയും പറഞ്ഞ പോരെ? അയാൾ അന്തസ്സുള്ളവനാണെങ്കിൽ ഇപ്പൊ തന്നെ വീട്ടുകാരോട് സംസാരിക്കും. അതില്ലാത്തവനാണെങ്കിലോ? അതല്ലെങ്കിൽ അയാൾ നേരിട്ട് വരട്ടെ. നാണം കെടുത്തി വിട്ടേക്കണം. എന്തായാലും നിനക്ക് താല്പര്യമില്ലാത്തൊരു വിവാഹത്തിന് നീ സമ്മതിക്കേണ്ട കാര്യമില്ല. ആര് ചത്താലും ആര് കരഞ്ഞാലും.
ഇല്ല, പ്രിയങ്കയ്ക്ക് എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. ഞാൻ മാത്രമല്ല, അയാൾ കൂടി ആഗ്രഹിച്ച വിവാഹമാണിത്. പിന്നെ എന്താ ഇങ്ങനെ? മോനെ, താഴെ എല്ലാവരും കല്യാണ ചെക്കനെ അന്വേഷിക്കുന്നുണ്ട്. നീ എന്താ ഇവിടെ ഒന്ന് ഒറ്റയ്ക്കിരിക്കുന്നേ? ഏയ്, ഒന്നുമില്ലമ്മേ. എന്തു പറ്റി? സുഖമില്ലേ? നന്നായിട്ട് വേർക്കുന്നുണ്ടല്ലോ. എന്തു പറ്റി മോനെ? ഒന്നുമില്ലമ്മേ. അമ്മ പോയിക്കോ, ഞാനേ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നോളാം. ഞാൻ തിരിച്ചു ചെല്ലുമ്പോ എന്റെ കൂടെ നീ ഇല്ലെങ്കിൽ പിന്നെ അച്ഛനായിരിക്കും ഇങ്ങോട്ട് വരിക. എടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നോട് പറ. എന്ത് പ്രശ്നമേ? ഏയ്, ഒന്നുമില്ല. എൻ്റെ ചില ഫ്രണ്ട്സ് വരാമെന്ന് പറഞ്ഞിട്ട് അവർ വഴിയിൽ കുടുങ്ങിപ്പോയി. അതാ കാര്യം. ഓ, അതാണോ കാര്യം? നിന്റെ ചങ്ങാതിമാരല്ലേ, അവരേതെങ്കിലും വിധത്തിൽ ഇങ്ങോട്ട് എത്തിക്കോളും. അതെനിക്ക് ഉറപ്പാ. ദേ, നീ പെട്ടെന്ന് മുഖം കഴുകി താഴോട്ട് ഇറങ്ങി വാ, അല്ലെങ്കിലേ എല്ലാരും കൂടി കളിയാക്കി കൊല്ലും നിന്നെ. ചെല്ലും ചെല്ല്. വരുൺ ഇങ്ങോട്ട് വരേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ വന്ന് ഒരു പക്ഷെ നിങ്ങൾ ബഹളം വെക്കുമായിരിക്കും, ആളെ വിളിച്ചു കൂട്ടുമായിരിക്കും. എന്നാലും എനിക്ക് പറയാൻ ഒരു മറുപടിയേ ഉള്ളൂ. നിങ്ങൾക്ക് താലി കെട്ടാൻ കഴുത്ത് നീട്ടിത്തരാൻ എനിക്ക് പറ്റില്ല. അയാൾ അന്തസ്സുള്ളവനാണെങ്കിലേ ഇപ്പൊ തന്നെ വീട്ടുകാരോട് സംസാരിക്കും. അതില്ലാത്തവനാണെങ്കിലോ? അതല്ലെങ്കിൽ അയാൾ നേരിട്ട് വരട്ടെ, നാണം കെടുത്തി വിട്ടേക്കണം. എന്തായാലും നിനക്ക് താല്പര്യമില്ലാത്തൊരു വിവാഹത്തിന് നീ സമ്മതിക്കേണ്ട കാര്യമില്ല. ആര് ചത്താലും ആര് കരഞ്ഞാലും. എന്നെ കാണിക്കുന്നേ? വേണ്ട അച്ഛാ. അമ്മേ, അച്ഛാ, വീട്. അമ്മേ, മുത്തശ്ശി ഒന്ന് ഓടി വാ. അച്ഛാ, വീട്. അമ്മേ, മുത്തശ്ശി ഒന്ന് ഓടി വാ. അച്ഛാ, എന്താ ചെയ്യുന്നത്? വീട്. അമ്മേ, എന്താ? അയ്യോ,
എന്താ ഇത്? എന്തിനാ ഇങ്ങനെ ചെയ്യുന്നേ? ദേവ, എന്ത് കാര്യത്തിന്റെ പേരിലാ നീ ഇപ്പൊ ഇത് ചെയ്യുന്നേ? ഇത്ര വലിയ വേദന എന്താ നിനക്ക്? നാളെ രാവിലെ വിവാഹം തീരുമാനിച്ചു വെച്ചിട്ട് ഇപ്പൊ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യാൻ നിനക്ക് എങ്ങനെയാ തോന്നിയേ? എന്റെ അച്ഛ, പണത്തിന്റെ ബുദ്ധിമുട്ട് കൊണ്ടാണോ? തരാന്ന് പറഞ്ഞ ആരെങ്കിലും പണം തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു വെച്ചാ അച്ഛാ, പറ അച്ഛാ. എന്താ എന്താ? ഈ വിവാഹം നടക്കില്ല യശോദേ. നടക്കുമെന്ന് നീ നമ്മുടെ മോളോടൊന്ന് ചോദിച്ചു നോക്ക്. ആട്ടവും പാട്ടും മഞ്ഞൾ കല്യാണമൊക്കെ ആയിട്ട് നമ്മുടെയൊക്കെ മനസ്സ് നിറഞ്ഞിരിക്കുക. പക്ഷെ അതിന്റെയൊക്കെ നടുവിലിരുന്ന് നമ്മളെ ചതിച്ചോണ്ടിരിക്കുകയായിരുന്നു ഇവള്. ദേവ, നീ അനാവശ്യം പറയരുത്. ഇവളെന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടാവുമല്ലേ? അമ്മേ, ഈ നേരത്തെ രാധിക മോളെ കുറ്റപ്പെടുത്തി എന്തെങ്കിലും സംസാരിച്ചാ എനിക്ക് ചിലപ്പോ എന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു വരും. ഒരർത്ഥത്തില് വിവാഹം മുടങ്ങിക്കഴിഞ്ഞു. ഇവള് തന്നെ മുടക്കിക്കഴിഞ്ഞു. എന്തൊക്കെ ഈ പറയുന്നേ? ഒന്ന് തെളിച്ചു പറ. വരുണിനെ പ്രിയങ്ക വിളിച്ചിരുന്നു. അയാളെ വിവാഹം കഴിക്കാൻ ഇവൾക്ക് താല്പര്യമില്ലാന്ന് പറഞ്ഞു. ഭാഗ്യത്തിനോ നിർഭാഗ്യത്തിനോ ഞാനത് കേട്ടു. ഒരു ഗതികേട് വരുമ്പോ ഏറ്റവും രൂക്ഷമായിട്ട് തന്നെ വരണല്ലോ. ഞങ്ങളെ നീ തോൽപ്പിച്ചു കളഞ്ഞു അല്ലേ മോളെ? അച്ഛൻ പറഞ്ഞത് സത്യാണോ? വരുണിനെ നീ വിളിച്ചിരുന്നോ? ചോദിച്ചത് കേട്ടില്ലേടി? വിളിച്ചു. യശോദേ, നീ എന്താ ഈ കാണിക്കുന്നേ? അമ്മ മിണ്ടരുത്. ഇവള് കാണിക്കുന്ന എല്ലാ തോന്നിയാസത്തിനും വളം വെച്ച് കൊടുക്കുന്നത് അമ്മയാ. വിവാഹം മുടക്കാന്ന് തീരുമാനിച്ചതും അമ്മ അറിഞ്ഞിട്ടാണോ? എന്താ നിന്റെ ഉദ്ദേശം? എനിക്ക് ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. വിവാഹം കഴിച്ച അതൊന്നും നടക്കില്ല എന്ന് തോന്നി. നിന്റെ അമ്മ പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങൾക്കും കൂട്ടു നിൽക്കുകയും നിന്നെ ന്യായീകരിക്കുകയും ചെയ്യുന്ന ഒരാളാ ഞാൻ. പക്ഷേ ഈ കുടുംബത്തിന്റെ അന്തസ്സിന് എന്തെങ്കിലും മുറിവേൽപ്പിച്ചിട്ട് ചെയ്യാമെന്ന ധാരണയുണ്ടെങ്കിൽ ഇവരുടെ ആരുടെയും അനുവാദത്തിന് കാത്തു നിൽക്കാതെ കൊന്നുകളയും ഞാൻ. മക്കളെ, നിങ്ങൾ ഇവൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ചങ്ങാതിമാരല്ലേ? ഇങ്ങനൊരു കാര്യം അവള് ചിന്തിക്കുമ്പോ അവളെ തിരുത്തേണ്ടത് നിങ്ങളായിരുന്നില്ലേ? നിങ്ങൾക്കില്ലേ അച്ഛനമ്മമാര്? അവർക്കില്ലേ സ്വപ്നങ്ങള്?
ഇതുപോലൊരു രാത്രി നിങ്ങളുടെ വീട്ടിൽ ആവർത്തിച്ച നിങ്ങളുടെ അച്ഛനമ്മമാരെ എന്തായിരിക്കും ചെയ്യുക? ഇത് ഈ കുടുംബത്തിന്റെ അവസ്ഥ. ഈ വാർത്ത കേട്ട കണിമംഗലത്തുകാരുടെ അവസ്ഥ എന്തായിരിക്കും? അവര് വരില്ലേ? ചോദ്യം ചെയ്യില്ലേ? പൊറുക്കുവോ അവര്? ദേവനാരായണൻ തിരുമേനിയുടെ കുടുംബത്തെ ഈ രാത്രിയോടെ ചുട്ടരിക്കാൻ കണിമംഗലത്തുകാർ തീരുമാനിച്ച അതൊരു മാറ്റവും ഇല്ലാതെ നടക്കും. എന്താടി ഇത്? അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ വേദനിപ്പിക്കാൻ പറ്റുമോ നിനക്ക്? പറയടി, പറ. അച്ഛനോട് എന്താ പറയാനുള്ളെന്ന് വെച്ചാ പറ. ഇനി എന്തെങ്കിലും നിർബന്ധിച്ച് ഇവളെ കൊണ്ട് പറയിപ്പിച്ചിട്ട് എന്തിനാ യശോദേ? ഇനി ഒന്നും കൂട്ടിയണക്കാൻ പറ്റില്ല. പറ്റും. നാളെ ഈ വിവാഹം നടക്കും. ഒരു മുടക്കമില്ലാതെ നടക്കും. കണിമംഗലത്തുനിന്ന് വിളിക്കുകയോ അവര് നേരിട്ട് വരികയോ ചെയ്യും. ഈ വിഷയം ഞാൻ പരിഹരിച്ചോളാം. അമ്മ എന്തറിഞ്ഞിട്ടായി പറയുന്നത്? ദേവാ, ഇവിടെ കൊഞ്ചിച്ച് വഷളാക്കിയത് ഞാനാണെന്നല്ലേ നിങ്ങൾ കൂടെ കൂടെ പറയുന്നത്? ശരിയാ. അപ്പൊ ഈ തെറ്റിന് പരിഹാരം ചെയ്യേണ്ടത് ഞാൻ തന്നെയാ. ദേവാ, ഇതിനെക്കുറിച്ച് ഓർത്ത് നീ പേടിക്കണ്ട. അമ്മയെ വിശ്വസിക്കാം. പാടി നടക്ക. ഭഗവാൻ നമ്മളെ പരീക്ഷിക്കില്ല. എപ്പോഴാ ധൈര്യം പറയുന്നതല്ലേ? അങ്ങനെ തന്നെ വിശ്വസിക്ക്. അച്ഛാ, മുത്തശ്ശി ഉറപ്പ് പറഞ്ഞതല്ലേ? മുത്തശ്ശി എന്തെങ്കിലും മാർഗം കാണും. മുത്തശ്ശി പ്രിയങ്ക പറഞ്ഞു മനസ്സിലാക്കും. ഞാനും ശ്രമിക്കാം അച്ഛാ. എന്നെ കൊണ്ടാവും വിധം ഞാനും ശ്രമിക്കാം. എന്റെ ദൈവമേ, നാളെ ആൾക്കൂട്ടത്തിൽ വെച്ച് മാനം കെടുത്താതെ ഇന്നത്തെ ഉറക്കത്തിൽ എന്നെ ഇല്ലാതാക്കി കളയണം. അല്ല, ഇതെന്താ എടുത്ത് ഇവിടെ നടക്കുന്നത്? കല്യാണ തലേന്ന് പെൺകുട്ടി വിളിച്ച് വിവാഹത്തിന് സമ്മതമല്ലെന്ന് പറയാ. അതറിഞ്ഞിട്ടും അവരെ ഒന്ന് വിളിച്ചു ചോദിക്കാനോ അങ്ങോട്ട് പോവാനോ ആരും തയ്യാറാവുന്നില്ല. അഹങ്കാരം അല്ലാതെന്തു പറയാനാ? കണിമംഗലത്തുകാരുടെ അഭിമാനത്തെക്കുറിച്ച് അവരെന്താ കരുതിയിരിക്കുന്നത്? അയാള് പൂജാരിയും തിരുമേനിയൊക്കെ ആയിരിക്കും. അവരെക്കാളും എത്രയോ മേലെയാ നമ്മുടെ സ്ഥാനം.
നിങ്ങളൊന്ന് ബഹളം വെക്കാതിരിക്കേ. എന്താ സത്യമൊന്ന് ആദ്യം ഒന്ന് അറിയട്ടെ. ഏട്ടൻ എന്താ ഒന്നും പറയാത്തെ? എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാൻ പറ്റിയ സമയമല്ലല്ലോ ഇത്. എല്ലാ കാര്യങ്ങളും ആലോചിക്കട്ടെ. തച്ചു തകർക്കാൻ എളുപ്പമാ, കെട്ടിപ്പൊക്കാനാ പാട്. അത് കെട്ടിടങ്ങളായാലും കുടുംബ ബന്ധങ്ങളായാലും. അച്ഛൻ ഇനി ഉപമയും പറഞ്ഞുകൊണ്ടിരുന്നു. ഇനി വരുന്നവർക്കേ കഥ പറഞ്ഞു കൊടുക്കോ അതോ പഴഞ്ചൊല്ല് പറഞ്ഞു കൊടുക്കോ? ഏട്ടാ, ഏട്ടനും അമ്മ അനുവദിക്കുകയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം. കേക്കട്ടെ. ഇങ്ങനൊരവസ്ഥയല്ലേ നിന്റെ അഭിപ്രായം പരിഗണിച്ചില്ലാന്ന് വേണ്ട. നിശ്ചയിച്ച മുഹൂർത്തത്തിൽ കല്യാണം നടക്കണം. അത് നമ്മുടെ അന്തസ്സിന്റെ പ്രശ്നം. ദേവനാരായണൻ തിരുമേനിയെ വിളിച്ച് ഇനി ഇങ്ങനൊരു ബന്ധം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് തുറന്നങ്ങ് പറഞ്ഞേക്കണം. എന്നിട്ട് വരുണ്ട കല്യാണം നടന്നാ പോരെ? അവന് പറ്റിയൊരു പെണ്ണുണ്ടായ പോരെ? ദാ കൽപ്പനയുടെ അനിയത്തി നിൽക്കുന്ന കണ്ടില്ലേ?